മണ്ണിലും നമ്മൾ മലയാളികൾ നമ്മുടേതായ രീതിയിൽ ഓണം ആഘോഷിക്കുന്നു. ഏതൊരു പരിപാടിക്കും ദൈവത്തിന്റെ ഹൃദയം നിറഞ്ഞ അനുഗ്രഹം ആവശ്യമാണ്. അതിനാൽ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് നേടിത്തരുന്നതിന് വേണ്ടി അഞ്ജുവിനോട് ഒരു ഈശ്വര പ്രാർത്ഥന നമുക്ക് വേണ്ടി ആലപിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ പരിപാടിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ജോയ്കുട്ടി ചേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ഈ വർഷത്തെ ഒന്നാം വർഷത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അത്യന്തം ധന്യമായ ഈ മുഹൂർത്തത്തിൽ പങ്കുചേരുന്ന നിങ്ങളെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇവിടെ വന്നുകൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും ആദരവോടെ നിറഞ്ഞ സന്തോഷത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും മലയാളികൾ അവിടെ ഒത്തുചേരുകയും ഓണാഘോഷം നടത്തുകയും ചെയ്യുന്നു. ജാതി മതഭേദമന്യേ എല്ലാ മലയാളികളും പങ്കെടുക്കുന്ന ഈ കൂട്ടായ്മ തീർച്ചയായും നമ്മുടെ സാംസ്കാരിക തനിമ പൈതൃകം നിലനിർത്തുവാൻ സഹായിക്കും എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. കേരളനാട് ഭരിച്ചിരുന്ന മഹാനായ ഒരു ചക്രവർത്തിയായിരുന്നു മഹാബലി. അദ്ദേഹത്തിന്റെ കാലത്ത് എല്ലാ ആളുകളും ക്ഷേമത്തിലും ഐശ്വര്യത്തിലും സമ്പൽ സമൃദ്ധിയിലും കഴിഞ്ഞു പോന്നിരുന്നു എന്നാണ് സങ്കല്പം. ഹവേലി നാടുവാണിടും കാലം മനുഷ്യരില്ല ആമോദത്തോടെ വാസിക്കും കാലം ആപത്തെങ്ങാർക്കു ഒട്ടില്ല. കള്ളവുമില്ല ചതിവുമില്ല എന്നോളമില്ല പൊടിവരേരം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ആരികൾ വ്യാരികളൊന്നുമില്ല. ഈ പരിപാടികൾ നടത്തുന്ന എല്ലാ ആളുകളെയും ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. കൂടാതെ ഈ പരിപാടി ഒരു വിജയമാക്കി തീർക്കുവാൻ തക്കവണ്ണം ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച നമ്മുടെ ആളുകളെ ഞാൻ പ്രത്യേകം ഓർക്കുകയും അവരോടുള്ള സ്നേഹം അറിയിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ I am also happy to welcome other Indian community members for joining this wonderful occasion. ഒരിക്കൽ കൂടി വളരെ ആദരവോടെ നിറഞ്ഞ സന്തോഷത്തോടെ എല്ലാ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.
explain what Onam is in English, because the kids are here and then we also have guests here. What a wonderful privilege just to see these wonderful kids doing this great celebration and participating in this. Kids, do you actually know what Onam is? In English, I'll explain to you what exactly it is. Guess, Onam is actually an ancient festival and it's still surviving in modern times. What basically it is actually a spring festival of the paddy harvest or rice harvest. It's a very good experience. Every year, Onam is very interesting. I've been celebrating Onam since my childhood, both in Kerala, Tamil Nadu, and in Wagadu. Welcome to everyone. I think the best thing is to all the new people should introduce everyone to make everyone very comfortable. Thank you. കവിത പാടും തീരം കായനകൾ പുൽകും കണുവലിയും കാറ്റിൽ ഇടഞ്ഞാറി ഇടയാടും കുളിരുലാവും നാട് നിറപൊലിയേകാമെന്നരിയ നേരിന കുരുവിള നേരും തോരിനിയ നാടിന പാടാ കുട്ടനാടിൻ തീരം ചേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കണ്ണോടു കരിയുടും മണ്ണുതിരും മണമോ പെണ്ണിനു വിയർപ്പാതെ മണമോ ഞാൻ ചോല പച്ചമണ കൊണ്ടും ചെളിക്കൊലുസ പെണ്ണിവൾ കളമാറ്റം കളമൊഴിയാ കൊച്ചികൾ പകൽ നീരെ കാണും ഒട്ടിടും അനുരാഗ കരൾ പോലെ മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും പാടാ കുട്ടനാടിൻ നീളം ചേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം പൊന്നാരൻ കതിരിടും സ്വർണ്ണമണി നിറമോ കണ്ണിനു കണിയാകും നിറക്കയോ
കവിത പാടും തീരം കായകലകൾ പുൽകും കടുവലിയും ജീവൻ കാറ്റിൽ ഇളഞ്ഞാറിൻ ഇളയാടും കുളിരുലാവും നാട് നിറപൊലിയേകാമെന്നരിയ നേരിന പുതുവിള നേരുന്നോരിനിയ നാടിട പാടാ കുട്ടനാടിൻ നീളം ചേരതിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത